മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂരിൽ കടുവ കമ്പിവേലിയിൽ കുടുങ്ങി. കൊട്ടിയൂർ പന്നിയാമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കടുവ കുടുങ്ങിയത്. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, എപ്പോഴാണ് കടുവ കുടുങ്ങിയത്? കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? ഇപ്പോഴെന്താണ് ആ പ്രദേശത്തെ അവസ്ഥ? ലിബീഷ്, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പന്നിയാമലയിലാണ് കടുവ കമ്പിവേലിയിൽ കുടുങ്ങിയത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കടുവയെ ഇത്തരത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം. റബ്ബർ വെട്ടുവാൻ വേണ്ടി പോയ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ കടുവ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഇവർ നാട്ടുകാരെയും വനം വകുപ്പിനെയും ഒപ്പം തന്നെ പോലീസിനെയും ഒക്കെ തന്നെയും വിവരം അറിയിച്ചു. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ വനം വകുപ്പും പോലീസും സംഭവ സ്ഥലത്ത് എത്തി കമ്പിവേലിയിൽ നിന്നും കടുവയെ രക്ഷപ്പെടുത്തുവാനുള്ള നീക്കങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യഘട്ടമെന്ന രീതിയിൽ ഈ കടുവ കമ്പിവേലിയിൽ കുടുങ്ങിയ ഭാഗത്ത് വേലി കെട്ടി ജനങ്ങൾ ഇവിടേക്ക് വരുന്നത് തടയുവാനുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കുവാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇതിനുവേണ്ടി മാനന്തവാടിയിൽ നിന്നും പ്രത്യേക സംഘത്തെ വിവരമറിയിച്ചിട്ടുണ്ട്. അവർ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ എത്തിയ ഉടൻ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പൊതുവെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. കടുവയുടെ സാന്നിധ്യം ഇതിനു മുന്നേ തന്നെ ഈ കൊട്ടിയൂർ പന്നിയാമലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾ അതായത് കൂടുതലായി ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതിനാൽ തന്നെ അതീവ ജാഗ്രതയോടുകൂടി മാത്രമേ ഈ കടുവയെ പിടികൂടുവാനുള്ള നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ കടുവയ്ക്ക് ജീവനുണ്ട് എന്നത് വലിയൊരു ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തു തന്നെയായാലും വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കടുവയെ പിടികൂടുവാനുള്ള എല്ലാ ശ്രമങ്ങളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ലിബീഷ്, അമൽ, ഇതൊരു ജനവാസ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ കടുവ ഈ കമ്പിവേലിയിൽ പൂർണ്ണമായും കുടുങ്ങിക്കിടക്കുകയാണോ? ഈ കമ്പിവേലി പൊട്ടിച്ച് പുറത്ത് കടക്കാനുള്ള ഒരു സാധ്യത അവിടുത്തെ ഈ വനപാലകർ കാണുന്നുണ്ടോ? ആ രീതിയിലുള്ള ഒരു മുൻകരുതൽ ആ പ്രദേശത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ലിബീഷ്, ഇത്തരത്തിൽ ജനങ്ങൾ കൂടുതലായുള്ള ഒരു ഏരിയ ആയതിനാൽ തന്നെ വനപാലകരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യഘട്ടമെന്ന രീതിയിൽ ഈ കടുവ കമ്പിവേലിൽ കുടുങ്ങിയ ഭാഗത്ത് മറ്റൊരു വലിയ രീതിയിലുള്ള വേലി കെട്ടിക്കൊണ്ട് ഈ ഏരിയയെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നതൊക്കെ തന്നെയും നിലവിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തടയുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ കടുവ പൂർണ്ണമായ രീതിയിൽ തന്നെ ഈ കമ്പിവേലിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്വയം ഈ കടുവയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിൽ ഇല്ല. അതിനാൽ തന്നെ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുക എന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമേ നിലവിൽ കടക്കുവാനുള്ളൂ. ഇതിനായി പ്രത്യേക സംഘം സംഭവ സ്ഥലത്തേക്ക് മാനന്തവാടിയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘം ഇവിടെ എത്തിയാൽ മാത്രമേ കടുവയെ ഈ കമ്പിവേലിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ വലിയ ഒരു ഭീഷണി അത് ഉയർത്തുന്നുണ്ട്. എങ്കിൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജനങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട്. കടുവയ്ക്ക് നിലവിൽ ഇപ്പോഴും ജീവനുണ്ട്. ഈ മാനന്തവാടിയിൽ നിന്നുള്ള സംഘം എത്തിയ ഉടൻ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുവാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ലിബീഷ്, ശരി അമൽ. കൊട്ടിയൂർ പന്നിയാമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കടുവ കുടുങ്ങി. മാനന്തവാടിയിൽ നിന്നുള്ള ദൗത്യസംഘമെത്തി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് അമൽനാഥ് നൽകിയത്.